ലജ്ജാകരമായ കാര്യമാണ് ഇതിൽ സംഭവിച്ചത്. ഇതുവരെ ഈ കൃത്യം നിർവഹിച്ച ആളുകൾ അവരാരും ഈ ജോസഫ് മാഷിനോട് പുറത്തിട്ടില്ല എന്നുള്ള രീതിയിലും, അതേപോലെ തന്നെ ഈ കുറ്റം ചെയ്ത ആളുകളോട് ഈ കുറ്റകൃത്യത്തിന് ആഹ്വാനം ചെയ്തവർ പുറത്തിരിക്കുന്നു, അത് അവരൊരിക്കലും കുറ്റക്കാരല്ല എന്ന രീതിയിലുള്ള നിലപാടാണ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ കേരളത്തിൽ നമ്മൾ നാണക്കേട് കൊണ്ട് തല കുനിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നത്. അതിനിടെയാണ് 13 വർഷം ഒരു ന്യായീകരണവും ഇക്കാര്യത്തിലില്ല. അത് ഏത് സർക്കാർ ഭരിച്ചാലും ഇക്കാര്യത്തിൽ ഒരു ന്യായീകരണവും ഇല്ല. എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഒന്നുകിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. മട്ടന്നൂർ എന്ന് പറയുന്നത് അത് പാർട്ടി ഗ്രാമങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, തീർച്ചയായും ഇത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയെയോ ഒരു ഭരണകൂടത്തെയോ മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാറി മാറി വന്ന് ഇവിടെ UDF ഭരിച്ചിട്ടുണ്ട്. ഈ 13 വർഷത്തിനിടയിൽ UDF നടന്നത് കേരളം ഭരിച്ചപ്പോഴാണ്. അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ 2016 മുതൽ ഭരിക്കുന്നു. 7 വർഷം, ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ കാലയളവിൽ പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിച്ചു. അപ്പൊ ഇവിടെയൊന്നും ഒരു ഗവൺമെന്റ് വേണ്ട രീതിയിൽ പോലീസ് സംവിധാനത്തിനെയോ ആ ഒരു ഇച്ഛാശക്തിയോ കാട്ടിയില്ല. ഇതിന് പിന്നിൽ ഇത് ജോസഫ് മാഷ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ക്രക്സ്. ഈ പറയുന്ന 19 പ്രതികൾ അവർ ഇരകൾ മാത്രമാണ്. പക്ഷെ അവർ ഇരകളാക്കപ്പെട്ടത് ആരുടെയോ ചിന്ത കൊണ്ടാണ്. മറഞ്ഞിരിക്കുന്ന ചില ഗൂഢശക്തികൾ, അത് വൻതോക്കുകളാകാം, അവര് ഒരുപക്ഷെ രാഷ്ട്രീയ കക്ഷികളുമായി ഭരണ പ്രതിപക്ഷ കക്ഷികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളാകാം. അവരിലേക്ക് അന്വേഷണം എത്തിക്കാൻ സാധിക്കുമോ എന്നതാണ് വലിയ ചോദ്യം. അതുകൊണ്ട് ജോസഫ് മാഷ് ഇന്നത്തെ പ്രസ്താവന ജോസഫ് മാഷ് ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്ത് പറയുന്നത് ഇരകൾ ശിക്ഷിക്കപ്പെട്ടു, അത് ദുഃഖമുണ്ട് അതിനകത്ത്. പക്ഷേ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ട ഇതിൻ്റെ ഈ ക്രൈം പെർപെച്വേറ്റ് ചെയ്യാനുള്ള മാസ്റ്റർ ബ്രെയിൻ ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. അവരൊരു പക്ഷേ കേരളത്തിനുള്ളിൽ തന്നെ ഉണ്ട്. അവരിലേക്ക് അന്വേഷണം എത്താത്തത്തോളം കാലം ഇത് വ്യർത്ഥമായ അധരവ്യായാമങ്ങൾ മാത്രമാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയത്തെ കുറച്ചുകൂടി ഒരു ആഴതലങ്ങളിലേക്ക് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് മാറി വരുന്നു. ഇവിടെ 2 പ്രമുഖ കക്ഷികളാണ് ഇടതുപക്ഷ കക്ഷികൾ. CPM-ന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF സംവിധാനവും മുഖാമുഖം നിൽക്കുകയാണ്. ഈ 2 വിഭാഗങ്ങൾക്കും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകൾ തന്നെയാണ്. മുൻകാലങ്ങളിൽ UDF-ന്റെ ഒരു കുത്തകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം ലീഗിലൂടെ മുസ്ലിം ജനസാമാന്യത്തിലേക്കും, മധ്യ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിലൂടെയും കേരള കോൺഗ്രസ് വിഭാഗങ്ങളിലൂടെ ക്രൈസ്തവരിലേക്കും ഒക്കെ ഇൻറോഡ്സ് ഉള്ള പ്രസ്ഥാനം തന്നെയാണ് UDF. പക്ഷേ അവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഗുഡ്വിൽ ചെറിയ തോതിൽ വിവിധ വിഷയങ്ങൾ, അത് ബാബറി മസ്ജിദ് തകർച്ചയിൽ കോൺഗ്രസ് എടുത്ത ഒട്ടകപക്ഷി തലപൂഴ്ത്തി നിൽക്കുന്ന നിലപാടാകട്ടെ, അത് ഈ ഗസയിലെ വിഷയമായിക്കൊള്ളട്ടെ, ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഗസ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വൈതരണി പീഡനം, ആ കാര്യമായിക്കൊള്ളട്ടെ, മുസ്ലിം ജനസാമാന്യത്തിൻ്റെ മനസ്സ് വ്രണപ്പെട്ടിരിക്കുന്നു. പൊതുസമൂഹത്തിൻ്റെ അവിടെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇടതുപക്ഷത്തോട് സമരസപ്പെടുന്ന ഒരു പ്രോസസ്സിലാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഒരു പതിറ്റാണ്ടായി അത് സംഭവിക്കുന്നു. അത് മലബാർ മേഖലയിൽ അത് കുറച്ചുകൂടി പ്രകടവുമാണ്. ഈ ഒരു അവസ്ഥാവിശേഷം ഇതിനകത്ത് മുസ്ലിം ജനസാമാന്യം എല്ലാം തന്നെ റാഡിക്കൽ ഇസ്ലാം അല്ല, അതിൽ മിതവാദികളുണ്ട്, മധ്യവർത്തികളുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു തീവ്ര വികാരമുള്ള ഇസ്ലാമിക വികാരമുള്ള ഒരു വിഭാഗത്തെയെങ്കിലും കൂടെ നിർത്തണം എന്ന് ഇരു കക്ഷികളും ആഗ്രഹിച്ചാൽ അത് രാഷ്ട്രീയമായി ഏറെ സാധ്യതകളുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുസ്ലിം ജനസാമാന്യത്തോട് ഏറെ എടുക്കാൻ ശ്രമിക്കുന്നു. ഇത് ഒരു വലിയ സൂചനയാണ്. മട്ടന്നൂരിലേക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയ ചർച്ചയുണ്ടായി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടത് മട്ടന്നൂരാണ്. മട്ടന്നൂർ ഇടതുപക്ഷത്തിന് ശക്തമായ കോട്ടയാണ്. മട്ടന്നൂർ CPM-ന് ഒരുപാട് പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലവുമാണ്. പക്ഷേ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്പോട്ട് ഇരിക്കുന്ന ആ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗാണ്. അപ്പോൾ അങ്ങനെ അല്ലെ അവാർഡ് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗിലേക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രധാന പാർട്ടിയായ CPM-ലേക്കും എല്ലാം തന്നെ സംശയത്തിൻ്റെ മുനകൾ നീളുകയാണ്. കേവലം സംശയമാണ്. സംശയം വെച്ചുകൊണ്ട് ഒരു കക്ഷിയെയും ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഓർക്കുക മഞ്ജുഷ്, ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു അപരൻ വന്നാൽ, ഒരു ഇച്ഛ പോലും വന്നാൽ അതറിയാനുള്ള സംവിധാനം പാർട്ടിക്കില്ലേ?
അപ്പം എറണാകുളം ജില്ലക്കാരനായ പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന ഒരുവൻ അവിടെ വന്ന് താമസിക്കുമ്പോൾ ഒരു വരുത്തനാണ്. അദ്ദേഹം വന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ പാർട്ടി സംവിധാനം, അവിടുത്തെ ലോക്കൽ ബോഡികൾ ഇതെല്ലാം അലേർട്ടഡ് ആകേണ്ടതല്ലേ? അതില്ല എന്ന് പറയുമ്പോൾ അതെന്താണ്? അപ്പം ആരോ എവിടെയോ നിന്നുകൊണ്ട് ചെറിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നു, എന്തോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു, കൈകഴുകി കളയാൻ ശ്രമിക്കുന്നു. അപ്പം ഈ ഒരു കാര്യം വളരെ പ്രകടമാണ്. അതാണ്, ആ സൂചനയാണ്. അതുകൊണ്ടാണ് മട്ടന്നൂരിനെ കുറിച്ച് സംസാരം വരുന്നത്. ഇവിടെ മട്ടന്നൂരിനെ മാറ്റി നിർത്തുക. മൊത്തത്തിൽ നോക്കുക, മലബാറിലേക്ക് നോക്കുക. കണ്ണൂർ, കാസർഗോഡ് മേഖലയിൽ വലിയ തോതിലാണ് IS-ലേക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടായത്. ഇസ്ലാമിക സ്റ്റേറ്റ് വലിയൊരു ആവേശമായിരുന്നു. ഒരു 10 വർഷം മുൻപ് വലിയ തോതിലാണ് കേരളത്തിൻ്റെ മനസ്സ് ഇസ്ലാമിക സ്റ്റേറ്റ് ഇതാ വരുന്നു, ഒരു ഭൂപ്രദേശം, ഒരു ചിന്തയല്ല. IS എന്നത് അൽ ഖൈദ പോലെ ഒരു ആശയമല്ല, മറിച്ച് ഒരു ഭൂപ്രദേശമാണ്, ഒരു കാലിഫേറ്റ് ആണ്. ഒരു കാലിഫിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക മനസ്സ്, അതൊരു സുന്നി ഇസ്ലാം മനസ്സാണെങ്കിൽ പോലും ആ ഇസ്ലാം മനസ്സ് ഒരുമിക്കുന്നു. ഒരു ഭൂപ്രദേശം ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാകുന്നു. അവർ രാജഭരണത്തെ എതിർക്കുന്നു, അവർ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തെ എതിർക്കുന്നു, അവർ ജനാധിപത്യത്തെ എതിർക്കുന്നു, അവർ കമ്പോളവൽക്കൃത സമ്പ്രദായത്തെ എതിർക്കുന്നു. അവർ ശരീഅത്ത് അനുസരിച്ചുള്ള കൃത്യമായ ഇസ്ലാമിക ജീവിത രീതിയിലേക്കും ഭരണരീതിയിലേക്കും മാറുന്നു എന്ന വലിയൊരു വിശ്വാസം കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിം സഹോദരന്മാരുടെ ഇടയിലെങ്കിലും ഉണ്ടായി എന്നത് അവരെ കുറ്റപ്പെടുത്താനാവില്ല. ആ വികാരം പെർപെച്വേറ്റ് ചെയ്യാനുള്ള ഒരു ഏജൻസി ആയിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്ര വികാരങ്ങളിലേക്കും മറ്റ് വിഭാഗക്കാരിലേക്ക് ഈ ആക്രമണത്തിൻ്റെ കുന്തം കായികമായി തന്നെ ജോസഫ് മാഷിനെ പോലെയുള്ള ആളുകൾ ഈ ചോദ്യപേപ്പർ സെറ്റ് ചെയ്തപ്പോൾ അതിൽ ചില മോശം പരാമർശങ്ങൾ ഉണ്ടായി എന്ന കാരണത്താൽ അപ്പോൾ ഭീകരപ്രവർത്തനമാണ്. കൈവെട്ടുക, കഴുത്ത് വെട്ടുക, അപകടപ്പെടുത്തുക, സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീജിത്ത് പണിക്കർ, ഡോക്ടർ